ഇപ്പച്ചി ഷോപ്പിന്ന് വരുമ്പോ അപ്പൊ മുട്ടായി കൊണ്ടുവരില്ല ഏറ്റവും നല്ലത്. ആ നാളെ പോവും. ആ ഷോപ്പിന്ന് വരുമ്പോ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് ഇപ്പച്ചി. ആ അപ്പൊ കട തുറക്കും. അപ്പൊ ചിലപ്പോ വേണ്ടാന്ന് പറഞ്ഞ് ആ അപ്പൊ നൈറ്റ് ആയതുകൊണ്ട് മുട്ടായിയുള്ള കടകളൊക്കെ അടച്ചിട്ടുണ്ടാവും. കൊറേ മുട്ടായിന്റെ കടക്ക് അടച്ചിട്ടുണ്ടാവുമല്ലോ. പോകുമ്പോ മുട്ടായിയോ? മുട്ടായിയാണോ? മുട്ടായിന്റെ കടക്ക് അടച്ചിട്ടുണ്ടാവൂലേ? അമ്രിക്കുട്ടിനോട് ഇപ്പൊ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ അമ്രിക്കുട്ടിക്ക് ചെറിയ കോലത്തിലൊരു പനി ഇങ്ങനെ വരികയാണെങ്കിലേ ആ അപ്പൊ എന്ത് ചെയ്യാറിയോ? നാളെ നല്ല കുട്ടിയായിട്ട് നാളെ ഇപ്പച്ചി ഷോപ്പിന്ന് വരുമ്പോ അപ്പൊ മുട്ടായി കൊണ്ടുവരില്ല ഏറ്റവും നല്ലത്. ആ നാളെ പോവും. ആ ഷോപ്പിന്ന് വരുമ്പോ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് ഇപ്പച്ചി. ആ അപ്പൊ കട തുറക്കും. ഇപ്പച്ചി ആ രാവിലെ പോവും. രാവിലെ പോയിട്ട് ഇപ്പച്ചി നൈറ്റ് വരും. അപ്പൊ അമ്രിക്കുട്ടി ഇപ്പച്ചി വരുമ്പോ അമ്രിക്കുട്ടി പഠിക്കണ്ടാവും നല്ല കുട്ടിയായാണ്ട്. ഓക്കെ അപ്പൊ അമ്രിക്കുട്ടിക്ക് തരും. അങ്ങനെ പോലെ. അപ്പൊ ഇപ്പൊ മുട്ടായി വേണ്ടല്ലോ? വേണ്ടല്ലോ? അപ്പൊ ചിലപ്പോ വേണ്ടാന്ന് പറഞ്ഞ് അമ്രിക്കുട്ടിയെ ഇപ്പച്ചി ഒന്നും കൂടി പറഞ്ഞുതരാ. നല്ല കുട്ടികൾ എങ്ങനെയാണ് അറിയോ? ഇന്നിപ്പോ ഇപ്പച്ചി പിന്നെ അമ്രിക്കുട്ടിനെ വന്ന് കൊട്ടിക്കലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഇന്ന് ഇപ്പൊ അമ്രിക്കുട്ടി പോയി നല്ല കുട്ടിയായി വേഗം ഉറങ്ങി. ഇപ്പച്ചി ആ അപ്പൊ നൈറ്റ് ആയതുകൊണ്ട് മുട്ടായുള്ള കടകളൊക്കെ അടച്ചിട്ടുണ്ടാവും. കൊറേ വൈകിയില്ല നമ്മള്. അപ്പൊ ഇപ്പച്ചി നാളെ കടയിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരണ്ടേ? എങ്ങനെ പാലത്തിങ്ങലോ? ഫോണ് നോക്കി കുത്തറണല്ലേ? അതാണ് കുട്ടി പറയുന്നത്. ഫോണ് നോക്കി കുത്തറണാണ്ട് നേരം കളഞ്ഞി അല്ലേ? ഇനി നമുക്ക് പോരുമ്പോ നേരത്തെ പോരട്ടോ. ആ അതാണ് നേരെ വൈകിയത്. ദീദിയാണ് അമ്രിക്കുട്ടിക്ക് മാസ്ക് ഉണ്ടാക്കിയേനി. അത് അമ്രിക്കുട്ടിക്ക് അറിയില്ല. എനിക്ക് ലാൻഡ് മാസ്ക് ഉണ്ടാക്കിയെന്നീലേ? ആ ലാൻഡ് മാസ്കിന്റെ ദീദികള് കളറൊക്കെ കൊടുക്കല്ലേ ഇനിയോ? അതല്ലേ നേരെ വൈകിയേ? അതന്നെ നേരെ വൈകിയേ. ആരെ ഫോൺ കണ്ടേ? പിച്ചാണല്ലേ ഫോൺ കണ്ടേ? ഫോൺ കണ്ടേ? ഫോൺ കണ്ടല്ല മുത്തേ. ഓളപ്പച്ചി മാത്രാണല്ലോ നിങ്ങൾ ഫോൺ കണ്ടോണ്ടാണെന്നാണ് അവള് പറഞ്ഞത്. ഞാൻ ഫോൺ കണ്ടോണ്ടല്ല മുത്തേ. ഞാൻ ഫോൺ കണ്ട് ഇരുന്നത് അമ്രിക്കുട്ടിക്ക് അവിടെ മാസ്ക് റെഡി ആക്കിയേനി രീതികള്. അമ്രിക്കുട്ടിക്ക് നല്ല അടിപൊളി മാസ്ക് ഉണ്ടാക്കിയെന്നില്ലേ? നല്ല രസമുണ്ട്. ഇപ്പച്ചിനയ്യ മുത്തേ, ഇപ്പച്ചിനെ ഉമ്മച്ചില്ലേ മാസ്ക് ഉണ്ടാക്കാനാന്ന് പറഞ്ഞാണ്ട് ഒരു പ്ലേറ്റ് വാങ്ങാൻ കൊറേ നടത്തിച്ച്. ഇപ്പച്ചി ഒരു വിധ കടകളിൽ അതിനെ കുറിച്ച് എന്താ ഐശ്വര്യ പറയാനുള്ളേ? ഞാൻ വിചാരിച്ചിട്ടില്ല മാസ്ക് അമ്രിക്കുട്ടിക്കുള്ള ലാൻഡ് മാസ്ക് അടിപൊളിയായും ചെയ്ത് ആ റൗണ്ട് പ്ലേറ്റിന്റെ ആവശ്യത്തെ വന്നിട്ട് ആയിക്കോട്ടെ. അമ്രിക്കുട്ടിയെ നല്ല രസമുണ്ട്. അടിപൊളിയായിന്. സൂപ്പറായിന് കേട്ടോ. അമ്രിക്കുട്ടി നാളെ മാസ്ക് കൊണ്ട് പോവല്ലേ? അമ്രിക്കുട്ടിക്ക് മാസ്ക് ഇഷ്ടായോ? ആ ഇനി വെച്ച് പറഞ്ഞാ പനിക്കുണ്ടല്ലോ എനിക്ക്. അപ്പൊ ഇത്രയും നല്ല മാസ്ക് ഒക്കെ ഉണ്ടാക്കിയാണെങ്കിൽ ഇപ്പൊ നാളെ പോവാൻ കഴിയോ? കഴിയൂല. കാണണില്ലല്ലോ. ഇപ്പൊ കാണാം. ഇപ്പച്ചി ഇവിടെ എത്തിയപ്പോ ലൈറ്റ് ഓഫ് ആക്കി കേട്ടോ. മാസ്ക് നമുക്ക് ഇത് ആക്കണ്ടേ? മരുന്ന് കേട്ടോടി. നാളെ മാസ്ക് വെച്ച് പോകാൻ പറ്റുള്ളൂ. അമ്രിമോളെ നാളെ മാസ്ക് ഇല്ലാതെ പോയാലേ അമ്രിക്കുട്ടിക്ക് ഭയങ്കര നഷ്ടാട്ടോ. നല്ല അടിപൊളി മാസ്കുകളൊക്കെ രീതികൾ ഉണ്ടാക്കി തന്നിട്ട് നാളെ പോയിട്ടില്ലേ അമ്രിക്കുട്ടിക്ക് നഷ്ടാ. നല്ല സൂപ്പർ മാസ്ക് പിന്നെ മാസ്ക് വെറുതാവൂലേ? നാളെ പരിപാടി മാസ്കിന്റെ. അമ്രിക്കുട്ടി പിന്നെ പാടി തരൂട്ടോ പാട്ട്. പാടി കൊടുക്കൂലേ? ഓക്കെ അല്ലേ? അമ്രിക്കുട്ടിക്ക് നല്ല ക്ഷീണുണ്ട്. അമ്രിക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഇഷ്യോ? അതുകൊണ്ട് മൂഡ് ഓഫ് ആണ്. അമ്രിക്കുട്ടി മൂഡ് ഓഫ് ആയത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഓക്കെ ബൈ ബൈ.